ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് തലവൻ. 25 കോടിയാണ് ഇപ്പോൾ പടം തിയേറ്ററുകളിൽ നിന്ന് നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡായി ഇത്രയും തുക ആസിഫ് അലിയുടെ സിനിമാ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ഫാസ്റ്റായി ഇത്രയും അധികം കളക്ട് ചെയ്യുന്നത് എന്ന്. അതുപോലെ തന്നെ പുഷ്പയുടെ സിനിമയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചു. ഡിസംബർ 6-ാം തീയതിയാണ് സിനിമയുടെ റിലീസ്. അതുപോലെ ലാലേട്ടന്റെ 360-ാമത്തെ സിനിമ തരുൺമൂർത്തിയുടെ കൂടെയാണ് സിനിമ. ഈ സിനിമയ്ക്ക് വളരെയധികം പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. ശോഭനയുടെ കൂടെയുള്ള ചിത്രമാണ്. ഏകദേശം ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, ഇനി കുറച്ച് ഭാഗം കൂടി എടുക്കാനുണ്ട്. ബിനു പപ്പു തരുൺമൂർത്തിയുടെ മിക്ക സിനിമകളിലും പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന ഒരാളാണ് ബിനു പപ്പു. അതുപോലെ ഈ സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ സഹോദരനും ഒരു വലിയ വേഷത്തിൽ വരുന്നുണ്ട്. ഇനി പറയാനുള്ളത് മഹാരാജയെ കുറിച്ചാണ്. 50-ാമത്തെ സിനിമയായി വിജയ് സേതുപതിയുടെ ചിത്രം തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഈ ചിത്രം വിജയ് സേതുപതിയുടെ എനിക്ക് തോന്നുന്നു ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് 50 കോടി കളക്ട് ചെയ്യാൻ പോകുന്ന സിനിമയാണെന്ന്. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് മലയാളത്തിലും തമിഴിലുമൊക്കെ വളരെയധികം പ്രേക്ഷക പ്രശംസയും റിവ്യൂ ചെയ്യുന്നവരുടെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായവും വന്നതോടുകൂടി നല്ല രീതിയിൽ കളക്ട് ചെയ്തു പോകാൻ സിനിമയ്ക്കായി. ഇന്നലെയാണ് ഞാൻ സിനിമ കാണാൻ പോയത്. ചെറിയൊരു തിയേറ്ററാണ്, അതായത് ചെറിയൊരു ഗ്രാമപ്രദേശത്തെ തിയേറ്ററാണ്. തിയേറ്റർ അടിപൊളി തിയേറ്ററാണ്, പക്ഷെ ചെറിയൊരു സ്ഥലത്തുള്ള ഒരു തിയേറ്ററാണ്. പക്ഷെ അവിടെ അങ്ങനെ ഹൗസ്ഫുള്ളൊന്നും എപ്പോഴും വരാറില്ല. പക്ഷേ മഹാരാജ ഒരു തമിഴ് ചിത്രമായിട്ട് പോലും ഇന്നലെ ഹൗസ്ഫുൾ ആയിരുന്നു സിനിമ. അപ്പോ അവിടെ ഇന്റർവെൽ പഞ്ച് ആവുന്ന സമയത്ത് പ്രേക്ഷകരെല്ലാവരും കൗതുകത്തിലാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ചിന്ത അവർക്ക് നൽകിക്കൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. വളരെയധികം പ്രതീക്ഷ നൽകുന്ന സിനിമയാണ്. ആദ്യ ഹാഫ് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ത്രില്ലാവും. ആ സിനിമയുമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിപ്പെടും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാണുന്ന പോലൊരു സുഖം ആ സിനിമയ്ക്ക് നൽകാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രത്യേകത. വ്യത്യസ്ത രീതിയിലാണ് സിനിമയുടെ കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും ഇതൊക്കെ എന്തിനാണ് ഇതിൽ വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോവും. ഇവർ തമ്മിൽ എന്താണ് ബന്ധം എന്ന് തോന്നിപ്പോവും. ഈ കഥ കുറെ സമയം ഫ്ലാഷ് ബാക്കും പിന്നീട് പ്രസന്റും അങ്ങനെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. നമുക്ക് തന്നെ അറിയില്ല ഇത് ഫ്ലാഷ് ബാക്ക് ആണോ അതോ ഇതിപ്പോ നടക്കുന്നതാണോ. അതൊക്കെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ മഹാരാജ കണ്ട് ഒരു ഇന്റർവെൽ ആകുമ്പോഴേക്കും ജനങ്ങൾക്ക് ഉറപ്പിച്ചു കഴിഞ്ഞത് നല്ല സിനിമയാവുമെന്ന്. പിന്നീട് അങ്ങോട്ട് കുറച്ച് ടെസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അടിപൊളിയാണ് പടം. കാണാത്തവർ തിയേറ്ററിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഒരുപാട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സിനിമകൾ ഈ വർഷം നമുക്ക് സമ്മാനിച്ചിരുന്നെങ്കിലും തമിഴിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് നല്ല സിനിമകളൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഇതാ ഒരു നല്ല സിനിമ കിട്ടിയിരിക്കുന്നു, അതും സേതുപതിയുടെ 50-ാമത്തെ സിനിമ. ഇനിയുള്ളത് ദേവദൂതനെ കുറിച്ചാണ്. ഈ സിനിമ പണ്ട് കാലത്ത് ഫ്ലോപ്പ് ആയിരുന്നു തിയേറ്ററിൽ. എന്നാൽ പിന്നീട് TV-യിലൊക്കെ ഇറങ്ങി ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ ഫേവറേറ്റ് സിനിമയായി ഈ സിനിമ മാറി. ഇതിലെ ഗാനങ്ങളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ അത് തിയേറ്ററിൽ വീണ്ടും വരണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് 4K റെസൊല്യൂഷനോട് കൂടി ഉടൻ വരുമെന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. അതിനൊപ്പം ടൊവിനോയുടെ അവറാൻ എന്ന് പറയുന്ന ചിത്രം വരാൻ പോകുന്നുണ്ട്. അത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒരുപാട് വ്യത്യസ്ത സിനിമകളാണ് ഇനി ടൊവിനോയുടെ ആയിട്ട് വരാൻ പോകുന്നത്. ശ്രീനിവാസന്റെ ഒരു സിനിമ വരാൻ പോകുന്നുണ്ട്. അതില് സ്ക്രിപ്റ്റ് നോബിൾ ബാബു തോമസ് ആണ്, മ്യൂസിക് ഷാൻ റഹ്മാനാണ്, പ്രൊഡക്ഷൻ വൈശാഖ് സുബ്രഹ്മണ്യനാണ്, സിനിമോട്ടോഗ്രാഫർ ജോമോൻ ഡി ജോൺ ആണ്. അപ്പോൾ അപ്ഡേറ്റുകൾ ഇനിയും അടുത്ത് തന്നെ വരും. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നിരവധി വ്യത്യസ്ത സിനിമകൾ ഈ ആഴ്ചയിലും റിലീസ് ഉണ്ട്. അപ്പോൾ കാത്തിരിക്കാം നല്ല സിനിമകൾക്കായിട്ട്. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയെ കുറിച്ച് ഞാൻ മാത്രം പറയുന്നുള്ളൂ. ചില സിനിമയ്ക്ക് ഭയങ്കര പ്രൊമോഷനൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ കണ്ടവർക്ക് ആർക്കും ആ ഒരു അഭിപ്രായമില്ല. അതുകൊണ്ട് ആ സിനിമകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ മഹാരാജ അത് വളരെയധികം പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.